ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈസ് ചെയർമാൻ അടക്കം ബഹുമാനരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബഹുമാനരായ കൗൺസിലേഴ്സ്, വിശിഷ്ടാതിഥികൾ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതരെ, ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ബാബുച്ചേട്ടന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെയും ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഞാനിവിടെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത്. സ്നേഹിതരെ, ഇത്തവണത്തെ അത്താഘോഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലുണ്ടായ വലിയ ദുരന്തവും അതിൻ്റെ വേദനയും ഒന്നും പൂർണ്ണമായും മാറാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ അത്തം എത്തിച്ചേരുന്നത്. ഇവിടെ വായിച്ച അനുശോചന പ്രമേയത്തിൽ ആ വേദനയും സഹനവും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഈ ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ തിരുവോണത്തെ വരവേൽക്കുവാൻ കേരളം ഒരുങ്ങുമ്പോഴും നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ സഹോദരരെ നമ്മൾ ഓർക്കുകയാണ്, അവരെ നമ്മൾ സ്മരിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ സമാഹരിച്ചിരിക്കുന്ന തുകയുടെ അതിൻ്റെ അകത്തൊരു ഭാഗം വയനാട് ദുരന്തത്തിലെ അകപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി നൽകുവാൻ ഇവിടെ നഗരസഭ എടുത്ത തീരുമാനം ചെയർപേഴ്സൺ ഇവിടെ വായിക്കുകയുണ്ടായി. അത് ഏറെ മാതൃകാപരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വലിയ കൈത്താങ്ങ്, ചെറുതും വലുതുമായ വലിയ കൈത്താങ്ങുകളാണ് ആ മനുഷ്യജീവനുകളെ തിരിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത്. കേരളം ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രളയവും കോവിഡും ഒക്കെ അത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിച്ചു. അതിനെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഏതെങ്കിലും വ്യക്തികൾ, സമൂഹങ്ങൾ വീണു പോവുകയാണെങ്കിൽ അവരെ കൈപിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് ദുരന്തങ്ങളെ നമ്മുടെ ഒത്തൊരുമയുടെ അടിസ്ഥാനത്തിലൂടെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2018 പ്രളയം ഒരു ചിങ്ങമാസത്തിലാണ് ഉണ്ടായത്. അന്ന് ഈ അത്തത്തിൻ്റെ വേദിയിൽ അന്നിരുന്നപ്പോൾ ഇതുപോലെ വലിയൊരു മഴ പെയ്ത് ഞാൻ ഓർക്കുന്നു. ആ മഴയുടെ തുടർച്ചയായിട്ടുണ്ടായ ദിവസങ്ങളിൽ മഹാപ്രളയത്തിലേക്ക് നമ്മൾ നീങ്ങിയത് ഓർത്തു പോവുകയാണ്. അത്തരത്തിലുള്ള ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മനുഷ്യജീവിതം പിന്നീട് മുമ്പോട്ട് പോകാനുള്ളതാണ്. പ്രതിസന്ധികളിൽ നിന്നും തളരാതെ അതിനെ അതിജീവനത്തിൻ്റെ പാതയിലൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ഈ തിരുവോണം നമ്മൾ വരവേൽക്കുമ്പോഴും നമ്മൾ അതിജീവനത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്നത്തെ അത്താഘോഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അതിൻ്റെ ഉദ്ഘാടകനായി ഇന്ന് ഈ വേദിയിലുണ്ട്. മുഖ്യമന്ത്രിയും അടക്കം ഒട്ടനവധി മുഖ്യമന്ത്രിമാർ, മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ ഉദ്ഘാടകനായി മന്ത്രിമാരടക്കം അത്താഘോഷത്തിൽ വന്നിട്ടുണ്ട്. സ്പീക്കർ, നിയമസഭാ സ്പീക്കർ, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ സ്പീക്കർ അത്താഘോഷത്തിൻ്റെ വേദിയിൽ ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തുന്നത് എന്ന പ്രത്യേകത ഇത്തവണത്തെ അത്താഘോഷത്തിനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ആദരവ് ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത്താഘോഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു ഉദാഹരണമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ്. ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമായി നിലകൊള്ളുന്ന ഒന്നാണ്. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും വലിയ സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ എല്ലാ കാലത്തും ലോകത്തിന് മാതൃകയായ നിലയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അതിനൊരു കോട്ടവും തട്ടാതെ ഇത്തവണയും അതിൻ്റേതായ എല്ലാ ഗാംഭീര്യത്തോടെയും എല്ലാ സാഹോദര്യത്തെയും വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെ ഇത്തവണയും അതിവിടെ നടത്തപ്പെടുന്നു. ഇവിടെ കരിങ്ങാച്ചിറ കത്തനാരും നെട്ടൂർ തങ്ങളും ചെമ്പിലരയനും അടക്കം അവർ ഈ വേദിയിലുണ്ട്, അവരുടെ പ്രതിനിധികൾ ഈ വേദിയിലുണ്ട്. അത് തന്നെ ആ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വലിയ വെളിച്ചം വീശുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അത്തച്ചമയം, അത്താഘോഷം എല്ലാത്തിൻ്റെയും കേരളത്തിൻ്റെ ആ ഒരു വലിയ ക്രോസ് സെക്ഷൻ മുമ്പോട്ട് വെക്കുന്ന ഒന്ന് തന്നെയാണ്.
അതിലെല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം, വരാൻ പോകുന്ന ദിവസങ്ങളും നന്മ നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് വളരെ ഭംഗിയായി സംഘടിപ്പിച്ച എൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന് നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തത് ഉദ്ഘാടനമാണ്.